നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഏറെ ശക്തിപ്പെട്ടു. മന്ത്രി പി രാജീവ്. ഒല്ലൂർ MLA അവാർഡ് 2024 പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിയാരം കുറ്റിക്കാട്ടിൽ 4 ഏക്കറോളം വരുന്ന കപ്പ കൃഷിയിൽ ഫംഗസ് ബാധ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് NSSന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഏറെ ശക്തിപ്പെട്ടതായി വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഒല്ലൂർ MLA അവാർഡ് 2024 പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളുകളിലെല്ലാം മികച്ച പശ്ചാത്തല സൌകര്യമൊരുക്കി സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയിട്ടുണ്ട്. സ്കൂളുകളിലെ ഭൌതികമായിട്ടുള്ള മുന്നേറ്റത്തെ അക്കാദമികമായ മികവാക്കി മാറ്റുന്ന തരത്തിലുള്ള സമഗ്രമായ പദ്ധതികളാണ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സംസ്ഥാനത്തെ 80,000 അധ്യാപകർക്ക് സാങ്കേതിക പരിശീലനം നൽകി. വിദ്യാർത്ഥികളുടെ നവീന ആശയങ്ങൾ വ്യവസായ മേഖലകൾക്ക് കൂടി സഹായകരമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും മന്ത്രി അഭിനന്ദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട്, ഇസാബ് CEO K പോൾ തോമസ്, ചലച്ചിത്ര താരങ്ങളായ ജയരാജ് വാര്യർ, മിഥുൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PS വിനയൻ, KV സജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിനി കൈലാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം MS ഷിനോജ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. കലാ സാംസ്കാരിക കായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. വഴിതിരിച്ചുവിടാൻ കഴിയുമോ ആ ശ്രമം നടക്കുന്നുണ്ട്. ഇൻക്യുബേറ്ററുകൾ, സ്റ്റാർട്ടപ്പുകൾ, ആക്സിലറേറ്ററുകൾ ഇതെല്ലാം സ്കൂളുകളിലും കോളേജിലും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ അവാർഡ് നൽകുക അല്ലെങ്കിൽ ആദരിക്കുക എന്ന് പറഞ്ഞ 2 ഭാഗമുണ്ട്. ഒന്ന് ഒരു അംഗീകാരമാണ്, മറ്റൊന്ന് പ്രചോദനമാണ്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് NSSന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആചരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KLന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ വിദ്യാർത്ഥികളെ കൊണ്ട് അനുലോമ വിലോമ പ്രാണായാമം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്റർ യൂണിവേഴ്സിറ്റി യോഗാസന ചാമ്പ്യൻഷിപ്പ് വനിത 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സഹൃദയ കോളേജിന്റെ അഭിമാനമായ ഹിബ മറിയത്തെ ആദരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യോഗ ടീം കോച്ച് ബെന്നി മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. കോളേജ് യോഗ ടീം അംഗങ്ങളായ മാധവ്, ഹിബ മറിയം, സ്വാതി കൃഷ്ണ, സോന എന്നിവർ നയിച്ച യോഗ ഡെമോൺസ്ട്രേഷൻ മാറ്റുകൂട്ടി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ, NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, IQAC അസോസിയേറ്റ് കോർഡിനേറ്റർ സന്ധ്യ ഗോപിനാഥൻ, NSS കോർഡിനേറ്റർ രശ്മി രാജൻ എന്നിവരും സംസാരിച്ചു. പരിയാരം കുറ്റിക്കാടിൽ 4 ഏക്കറോളം വരുന്ന കപ്പ കൃഷിയിൽ ഫംഗസ് ബാധ. നിരവധി കർഷകർ ദുരിതത്തിൽ. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടും ശാശ്വത പരിഹാരം കാണാതെ അധികൃതർ. കഴിഞ്ഞ വർഷം മുതലാണ് കുറ്റിക്കാടുള്ള കാപ്പട്ടിച്ചാൽ പാടശേഖരങ്ങളിലെ കപ്പ കൃഷിയിൽ വ്യാപകമായി ഫംഗസ് രോഗബാധ കണ്ടെത്തി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം കപ്പയുടെ തണ്ടിലായിരുന്നു രോഗമെങ്കിൽ ഇത്തവണ കപ്പയിലാണ് രോഗം. വളർച്ചയെത്തിയ കപ്പ കണ്ടാൽ രോഗത്തിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. എന്നാൽ കപ്പ പറിച്ചാൽ മുഴുവനായി അഴുകിയ നിലയിലോ മഞ്ഞപ്പോ കറുത്ത നിറം കയറി ഫംഗസ് ബാധിച്ച് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ നശിച്ച നിലയിലാണ്. 2 മാസങ്ങൾക്ക് മുൻപ് കപ്പ പറിച്ചപ്പോൾ കുഴപ്പം കണ്ടെത്തിയില്ലെങ്കിലും മഴ തുടങ്ങിയതോടെ എല്ലാ കപ്പയിലും ഫംഗസ് ബാധിച്ചു. 9 മാസത്തോളം വളർച്ചയെത്തിയ കപ്പയെല്ലാം വെറുതെ പറിച്ചു കളയേണ്ട ഗതികേടിലാണ് കർഷകർ. രാസവളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് നടത്തിയ കൃഷിയിലാണ് ഇത്തരമൊരു അവസ്ഥ.
കഴിഞ്ഞ തവണ രോഗം കണ്ടപ്പോൾ പരിയാരം കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ പ്രകാരം കുമ്മായം ഉപയോഗിച്ചെങ്കിലും രോഗം ഇത്തവണയും വർദ്ധിച്ചുവെന്ന് കർഷകർ പറയുന്നു. അതിൽ ഈ പ്രാവശ്യം തിരിച്ചു കിട്ടാന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. മഴയ്ക്ക് മുന്നേ ലേശം 2 പ്രാവശ്യം കുറച്ച് വിറ്റയില് ഒരു 10-20,000 രൂപയോളം കിട്ടി. ഇപ്പോൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് 1000 രൂപയും ചിലവ് കൊടുത്തിട്ടാണ് 3 ആളെ വെച്ചത് പറിച്ച് കാട്ടി കളഞ്ഞത്. ഇനിയിപ്പോൾ ഇത് പറിച്ച് മാറ്റണം. എന്തായാലും കൃഷി നിർത്താൻ ഉദ്ദേശിക്കണില്ല, കൃഷി നടത്തുന്നതിന് ആഗ്രഹം. കഴിഞ്ഞ വർഷം കപ്പയ്ക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തവണ കപ്പ പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയിലാണ്. കർഷകരായ കുറ്റിപ്പുഴ വർഗീസ്, ഡെന്നി മുളക്കാമ്പിള്ളി, മാളിയേക്കൽ ജോഷി, ജോയ് കുറ്റിപ്പുഴ തുടങ്ങി നിരവധി കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. ഡെന്നി പാട്ടത്തിനെടുത്ത 1 ഏക്കർ ഭൂമിയിൽ ഇറക്കിയ കപ്പ കൃഷി പൂർണ്ണമായി രോഗം മൂലം നശിച്ചു. 1 ലക്ഷത്തോളം രൂപ ചിലവാക്കിയാണ് കൃഷി ഇറക്കിയത്. സ്വന്തമായും പണിക്കാരെ നിർത്തിയും നടത്തിയ കപ്പ കൃഷി ഫംഗസ് ബാധിച്ചതോടെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 1 ഏക്കർ ഭൂമിയിലെ ഫംഗസ് ബാധിച്ച കപ്പ പറിച്ചുമാറ്റാൻ ഇനിയും പണം ചെലവഴിക്കേണ്ട ഗതികേടിലാണ് ഈ കർഷകർ. കപ്പയ്ക്കേറെ ആവശ്യക്കാരുള്ള പരിയാരത്തെ കപ്പ കർഷകരാണ് ഫംഗസ് കൃഷി മൂലം ദുരിതത്തിലായിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്യുന്ന പാവം കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ശാശ്വത പരിഹാരം കാണാനോ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് അറിയാത്ത അവസ്ഥയാണ്. മേലൂർ പഞ്ചായത്തിലെ പൂലാനിയിലും ഫംഗസ് രോഗബാധ കഴിഞ്ഞ വർഷം വന്നതിനെ തുടർന്ന് മണ്ണുത്തി കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ സംഘമെത്തി പരിശോധന നടത്തി രോഗം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത്തവണയും പൂലാനി ഭാഗത്ത് ഫംഗസ് രോഗം കണ്ടെത്തി. ഇത്തവണ അവിടെ കപ്പയുടെ തണ്ടിലാണ് രോഗം. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇങ്ങനെയൊരു രോഗമെന്നാണ് അവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്. വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുമായി സംവദിച്ച് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾ. വായനാ വാരത്തിൽ കുട്ടികൾ വായന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ BBA വിദ്യാർത്ഥികൾ പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ സന്ദർശിച്ചത്. കുഞ്ഞു കഥകൾ പറഞ്ഞുകൊടുത്തും കവിതകൾ ചൊല്ലിക്കൊടുത്തും കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ചു. ഗണിത ചിന്തകൾ വളർത്തുന്നതിനായി ഗണിത കേളികൾ അവതരിപ്പിച്ചു. BBA വിദ്യാർത്ഥികൾ ശേഖരിച്ച പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ലോക സംഗീത ദിനത്തിൽ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ സംഗീതരംഗത്ത് 65 വർഷം പിന്നിടുന്ന പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ പ്രദീപ് അഷ്ടമിച്ചിറയെ ആദരിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ER രഘുനാഥ്, തരംഗ് സെക്രട്ടറി സുധി കലാഭവൻ, വിജയൻ മൽപ്പാൻ, പ്രദീപ് പൂലാനി, സുനിൽ സരോവരം തുടങ്ങിയവർ സംസാരിച്ചു. സുധീഷ് ചാലക്കുടി, അജി ഡെന്നീസ്, പ്രദീപ് അഷ്ടമിച്ചിറയുടെ ഗസലുകൾ ആലപിച്ചു. 15ഓളം കൃതികൾ അദ്ദേഹത്തിന്റെ പ്രസാധനമുണ്ടായിട്ടുണ്ട്. ഗസൽ ഉസ്താദ് ഉമ്പായിക്കു വേണ്ടി നിരവധി ഗാനങ്ങൾ രചിച്ചു. 5ഓളം സിനിമകളുടെ ഗാനരചന നിർവഹിച്ച പ്രദീപ് അഷ്ടമിച്ചിറ 82-ാം വയസ്സിലും ഗാനരചനയിൽ സജീവമാണ്. ഏറെ അത്ഭുതകരമായ ഒരു കാര്യം പോലെ നമുക്ക് തോന്നാം. ഒരു 82 വയസ്സിലും ഇവിടെ ഇരിക്കുന്ന ഏറ്റവും യങ്ങസ്റ്റായ ആളെക്കാളും യങ്ങസ്റ്റായ മനസ്സും യങ്ങസ്റ്റായ ഒരു അപ്പിയറൻസും സൂക്ഷിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ മനസ്സുകൊണ്ട് ഓൾഡായി പോകും. ലോക സംഗീത ദിനമാണ്. ലോകമൊട്ടുക്കും കലാകാരന്മാരെല്ലാം ജനങ്ങൾ മുഴുവൻ സംഗീതം ആഘോഷിക്കുന്ന തിരക്കിൽ വളരെ പ്രധാനപ്പെട്ട ഈ ദിവസം ഞങ്ങളുടെ മനസ്സിലുള്ള ഏറെ നാളത്തൊരു ആഗ്രഹം, നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടുകാരൻ ലെജൻഡ് പ്രദീപ് അഷ്ടമിച്ചിറ എന്ന അതുല്യ പ്രതിഭയെ ഈ പ്രധാന ദിവസം ഞങ്ങൾ തരംഗ് ചാലക്കുടി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയിൽ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ ഡോക്ടർ CG പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ഡയറക്ടർ PK കിട്ടൻ അധ്യക്ഷനായി. യോഗ പരിശീലകൻ ഡോക്ടർ ഹിഷികേശൻ PB ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ യോഗാ ദിന സന്ദേശം നൽകി. യോഗ പരിശീലക ശോഭ ഹൃഷികേശൻ, ഗ്രാമിക സെക്രട്ടറി NP ഷിൻഡോ, KS മനോജ്, ടെസി KJ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക അക്കാദമിയിലെ യോഗ വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനം നടന്നു. ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്തായിരുന്നു, അവരുടെ ചിന്താപദ്ധതി എന്തായിരുന്നു നമുക്ക് എത്തിപ്പിടിക്കാൻ പലപ്പോഴും കഴിയില്ല. ജോമെട്രി, ഇതിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴും മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ആളൂർ ശ്രീനാരായണ വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക സംഗീത ദിനം ആചരിച്ചു. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EM ശ്രീനിവാസൻ അധ്യക്ഷനായി.
പഞ്ചായത്ത് അംഗം ജിഷ ബാബു മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് ശ്രീജിത്ത് കൃഷ്ണൻ, പ്രധാന അധ്യാപിക TS സരിത, VHSC പ്രിൻസിപ്പൽ ES സുമ, പ്രിൻസിപ്പൽ ധന്യ CR, PTA വൈസ് പ്രസിഡന്റ് ബീന ഡേവിസ്, സംഗീത അധ്യാപിക MV ഗായത്രി എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്നീർ എന്ന സ്ഥാപനത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. അക്നീർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കാറളം സ്വദേശി നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. 12 പേരാണ് പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയത്. 5 പേരുടെ പരാതി സ്വീകരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതിയുമായി എത്തിയവരോട് വിസയ്ക്ക് പണം അയച്ചു നൽകിയ ബാങ്ക് പരിധിയിൽ പരാതി നൽകാൻ പോലീസ് നിർദ്ദേശിച്ചു. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് BJP ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. പ്രതികളും കോൺഗ്രസ് നേതാക്കളും നിൽക്കുന്ന ചിത്രങ്ങൾ BJP പുറത്തുവിട്ടു. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത് ഒളിവിൽ പോയ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ ചെമ്പിപ്പറമ്പിൽ സുനിൽകുമാർ, നിഷ ദമ്പതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP കാറളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ദമ്പതിമാരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മുൻ MP TN പ്രതാപനോടൊപ്പം പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയ വഴി BJP പങ്കുവച്ചു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അക്നീർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിസ തട്ടിപ്പ് ആരോപണം ഗുരുതരമാണെന്നും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലും മറ്റു പല സ്റ്റേഷനുകളിലും ഈ വിഷയത്തിൽ പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വാധീനവും കേസിലെ പങ്കും അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പിനിരയായവരുടെ സമ്പാദ്യം തിരിച്ചു നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും AIYF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പോയി അവരുടെ വീട് പാലക്കിലാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പേര് പാലക്കിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഇല്ല, ദുബായിലാണ്. അങ്ങനെ അവരുടെ മോൻ ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് വന്നു. അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് 6 മാസം സമയം കൊടുക്കണം, എല്ലാവരുടെ ക്യാഷും തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയി. ഇവിടെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കംപ്ലൈൻറ്റ് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ എവിടെയാണോ പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കണം അതിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. വാസുപുരം സൈലന്റ് മിറർ യോഗ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. യോഗാചാര്യൻ CV മനോജ് അധ്യക്ഷനായി. അനീഷ്, സ്മിത ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രദർശനം ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഏറെ ശക്തിപ്പെട്ടു. മന്ത്രി P രാജീവ്. ഒല്ലൂർ MLA അവാർഡ് 2024 പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിയാരം കുറ്റിക്കാട്ടിൽ 4 ഏക്കറോളം വരുന്ന കപ്പ കൃഷിയിൽ ഫംഗസ് ബാധ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് NSSന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു.
ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്മീർ എന്ന സ്ഥാപനത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.